എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കുന്നു എന്നറിയുമ്പം എനിക്കും വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ കമൻസൊക്കെ കാണുമ്പം എനിക്ക് ഭയങ്കര പ്രോത്സാഹനം നൽകുന്ന മാതിരിയാണ് ഇരിക്കുന്നത്. നമ്മൾ ദൈവം അനുഗ്രഹിച്ച് നമ്മളെല്ലാവരും കുറേ ദൂരം ഒന്നിച്ച് ഇങ്ങനെ മുക്തിയെ തേടിയുള്ള പാതയിൽ നമ്മൾ നടന്ന് നമ്മുടെ ഗോൾ എങ്ങനെയെങ്കിലും എത്തിപ്പിടിക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ കൂടെ വരുന്നതിന് വളരെ വളരെ സന്തോഷവും നന്ദിയും ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ഇതിൽ ഇപ്പം 30 വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ആദ്യമൊക്കെ എൻ്റെ ഗുരുക്കന്മാരെക്കുറിച്ച് പറഞ്ഞു. പിന്നെ ഉള്ളത് നമ്മളുടെ ഈ മുക്തിയെ തേടിയുള്ള യാത്രയിൽ ചെയ്യേണ്ടിയ പ്രിപ്പറേഷൻസ്, തയ്യാറെടുപ്പ് എന്തുവാ എന്നുള്ളതിനെക്കുറിച്ചാണ് ഇതുവരെ പറഞ്ഞത്. ഹെൽത്ത്, വെൽത്ത്, ശ്ലോകങ്ങൾ, മന്ത്രങ്ങൾ ഏതൊക്കെ പറയാൻ ഒക്കുമോ അതൊക്കെ പറഞ്ഞ് നമ്മളുടെ ദേഹത്തിൻ്റെ വൈബ്രേഷൻസിനെ കൂട്ടണം. ഇതൊക്കെയാണ് അതിൻ്റെ തയ്യാറെടുപ്പ്. അപ്പം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എണീച്ചിട്ടേ എനിക്ക് മുക്തി വേണമെന്ന് പറഞ്ഞാലേ ഇത് മാർക്കറ്റിൽ കിട്ടുന്ന സാധനമല്ല ആരെങ്കിലും വാങ്ങിച്ച് കൊണ്ടുവന്ന് തരാൻ. ഈ മുക്തിക്ക് എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെയാണ് സ്വയം ചെയ്യേണ്ടത്. വേറെ ആർക്കും ഇതിൽ സഹായിക്കാനൊക്കത്തില്ല. അതൊരു കാര്യം മനസ്സിലാക്കണം. ഇപ്പം ഞാൻ അടുക്കളയിൽ പാചകം ചെയ്യുന്നു, എൻ്റെ മോക്കോ അല്ലെങ്കിൽ ജോലിക്ക് വരുന്നവരോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ വന്ന് എനിക്ക് സഹായിക്കാം. പക്ഷേ ഈ ആത്മീയതയിൽ ഞാൻ മുന്നേറി ചെല്ലണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ പ്രയത്നിക്കണം. അതിൽ വേറെ ആരും സഹായിക്കത്തില്ല. ഗുരു പോലും നമുക്ക് വഴി കാണിച്ചു തരും. ഈ വഴി പോ, റോഡ് നന്നായിട്ടുണ്ട്, എളുപ്പം എത്താം. അതാണ് ഗുരുവിൻ്റെ ജോലി. അല്ലാതെ ഗുരു കയ്യെ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഗുരുവിൻ്റെ തോളത്ത് നമ്മളെ ഇരുത്തി കൊണ്ടുപോകത്തില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ നമ്മൾ തന്നെ പ്രയത്നിക്കണം. ഓക്കെ, അതിൽ ഇനി വരുന്ന ഒരു 10 വീഡിയോസ്, ഈ 31 തൊട്ട് 40 വരെ ഉള്ള വീഡിയോസ് പറയാൻ ഞാൻ പോകുന്നത്, അതിന് ഒരു പൊതുവേ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, ഗോൾഡൻ റൂൾസ്. അതായത് പൊന്നായ നിയമങ്ങൾ. അത് ഡയറക്റ്റ് ട്രാൻസ്ലേഷനാണ്. എത്ര ദൂരം ശരിയെന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അതായത് പൊന്നായ എന്ന് വെച്ചാൽ വിലപ്പെട്ട നിയമങ്ങൾ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട വിലപ്പെട്ട നിയമങ്ങളാണ്. ഇപ്പോൾ ഇതിനെ നിങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കണം. പിന്നെ വേറൊരു കാര്യം, ഇതിലൊക്കെ ഞാൻ കുറച്ചേ പറയത്തുള്ളൂ. എന്നുവെച്ചാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്നെ സംസാരിക്കാൻ വിട്ടാൽ ഞാൻ മണിക്കൂറുകൾ പറയും. പക്ഷേ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അതുകൊണ്ട് ഇപ്രാവശ്യം വിചാരിച്ചിട്ടുണ്ട്, ഈ 31 തൊട്ട് 40 വരെയുള്ള വീഡിയോസ് വളരെ ഷോർട്ടായിട്ടിരിക്കും, വളരെ ക്രിസ്പായിട്ടിരിക്കും. അത് നിങ്ങൾ കേട്ടിട്ട് സ്വയം നമ്മളടുത്ത് ആ സ്വഭാവങ്ങളുണ്ടോ, നമ്മളിങ്ങനെയാണോ ജീവിക്കുന്നത്, നമ്മളിങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് എന്ന് ഒരു സെൽഫ് ചെക്ക് സ്വയം നമ്മൾ എല്ലാ ദിവസവും അല്ല, ഓരോ നിമിഷവും നമ്മളെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയാണോ? അല്ലെങ്കിൽ അങ്ങനെ ആവണം. എന്നുവെച്ചാൽ ഇതൊക്കെ പ്രിപ്പറേഷനല്ല, ഇതൊക്കെ അത്യാവശ്യം നമുക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങളാണ്. വേണ്ടപ്പെട്ടെന്ന് വെച്ചാൽ വേണ്ടിയ കാര്യങ്ങൾ, നമ്മളുടെ അടുത്ത് ഉണ്ടാകേണ്ടിയ ഗുണങ്ങളാണ്. ഈ ഗുണങ്ങളൊക്കെ ഉണ്ടായാൽ മാത്രമേ നമുക്ക് മുക്തിയെക്കുറിച്ചും എൻലൈറ്റൻമെൻറ്റിനെ കുറിച്ചും ലിബറേഷനെ കുറിച്ചും ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ വേസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ 10 വീഡിയോസിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഫോളോ ചെയ്തേ പറ്റൂ. ഓക്കെ, അതിൽ ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്
ശരണാഗതി തത്വം. ഈ ശരണാഗതി തത്വം എന്ന് വെച്ചാൽ എന്തുവാ? നമ്മൾ ഈ സറണ്ടർ ചെയ്യുക. സറണ്ടർ എന്ന് പറഞ്ഞാൽ അതിന് ശരിക്കുള്ള മലയാളത്തിൽ പറയുന്നെങ്കിൽ അത് കീഴടങ്ങുക എന്നുള്ളതാണ്. പക്ഷേ ഞാനിവിടെ അതല്ല ഉദ്ദേശിക്കുന്നത്. ശരണാഗതി എന്ന് പറഞ്ഞാൽ അർപ്പണിക്കുന്നത്. നമ്മൾ സ്വയം നമ്മളുടെ ദൈവത്തിൻ്റെ പാതാരവിന്ദങ്ങളിൽ നമ്മൾ അർപ്പണിക്കുക. അർപ്പണിക്കുന്നത് എന്തിനാ? അർപ്പണിക്കുന്നതിൻ്റെ ആവശ്യം എന്തുവാ? അതിൽ ഒരുപാട് നന്മകളുണ്ട്. നമുക്കെല്ലാവർക്കും നമ്മളുടെ മീതേ ഉള്ള ഒരു സൂപ്പർ നാച്ചുറൽ പവർ, ഒരു ശക്തിയുടെ പുറത്ത് വിശ്വാസമുണ്ട്. ഓക്കെ, ആ സൂപ്പർ നാച്ചുറൽ പവറിനെയാണ് നമ്മൾ ശിവനെന്നോ പാർവതിന്നോ മുരുകനെന്നോ മഹാവിഷ്ണുവെന്നോ പേരിട്ട് വിളിക്കുന്നത്. പേരിട്ട് വിളിക്കുന്നത് മാത്രമല്ല, ഈ അവരുടെ പടങ്ങളൊക്കെ കണ്ടാൽ നമ്മളുടെ കൂട്ട് തന്നെയാണ്, നമ്മളുടെ കൂട്ടാണ്. അപ്പം നമ്മളുടെ കൂട്ട് എന്ന് പറയുമ്പോൾ ഇപ്പം ഒരു ശിവപാർവതി കുടുംബം എടുത്താൽ ശിവനുണ്ട്, പാർവതിയുണ്ട്, ഗണപതിയുണ്ട്, മുരുകനുണ്ട്, അതായത് അമ്മയും അച്ഛനും 2 മക്കളും. എന്ന് വെച്ചാൽ നമ്മളുടെയും കുടുംബം അങ്ങനെയാണ്. അപ്പം ഇത് മനുഷ്യനാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പം മനുഷ്യൻ പടം വരച്ച് ഉണ്ടാക്കുമ്പം മനുഷ്യൻ്റെ കൂട്ട് തന്നെയാണ്. പിന്നെ എക്സ്ട്രാ ഫിറ്റിങ്സ് ഉണ്ട്. ശിവന് ഗംഗ തലേന്ന് വരുന്നു, ചന്ദ്രനുണ്ട്, അതൊക്കെ വേറെ, അത് കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്സ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ശിവൻ ഒരു ആണിൻ്റെ കൂട്ട്, പാർവതി ഒരു പെണ്ണിൻ്റെ കൂട്ട്. പാർവതി നല്ല സാരിയൊക്കെ ഉടുത്ത് ഇവിടം തൊട്ട് ഇവിടം വരെ മാലയൊക്കെ ഇട്ട് മഹാലക്ഷ്മിയുടെ പടമൊക്കെ നോക്കി. ഇപ്പോഴും അതേ മാലകളാണ് നമ്മളും ഉപയോഗിക്കുന്നത്, ഇല്ലയോ? അപ്പം ഇതൊക്കെ മനുഷ്യൻ നമുക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിൽ മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയ പടങ്ങളും ഉരുവങ്ങളും ഒക്കെയാണ്. ഓക്കെ, പക്ഷേ എന്താണെങ്കിലും നമ്മളുടെ മീതിലൊരു ശക്തി ഉണ്ട്. ആ ശക്തിയാണ് ഈ പ്രപഞ്ചത്തിനെ, നമ്മളെ, ഈ ഭൂലോകത്തിനെ, ഈ മേലോകത്തിനെ, എല്ലാത്തിനെയും നയിച്ചു കൊണ്ടുപോകുന്ന ഒരു ശക്തി. ഇപ്പം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടദൈവങ്ങളുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഈ ശരണാഗത തത്വം എന്ന് പറയുന്നത്, നമ്മൾ ആ ദൈവത്തിന് നമ്മളെ മുഴുവനെ അർപ്പണിക്കുക. ഓക്കെ, അത് അങ്ങനെ ഒരു സ്വഭാവം നമ്മളുള്ളിൽ നമ്മൾ വളർക്കണം. നേരത്തെ ഉണ്ടെങ്കിൽ വളരെ സന്തോഷം, ഇല്ലെങ്കിൽ ഇന്ന് തൊട്ട് അങ്ങനെ ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ വളർത്താൻ നമ്മൾ ശ്രമിക്കണം. ഇപ്പം ഈ സൗന്ദര്യ ലഹരിയെക്കുറിച്ച് നിങ്ങൾക്കറിയാം. സൗന്ദര്യ ലഹരിയിലെ 27ാമത്തെ ഒരു ശ്ലോകമുണ്ട്. അതിൽ ഈ ശരണാഗത തത്വത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ശ്ലോകം ഞാൻ പറയത്തില്ല എന്ന് വെച്ചാൽ ഞാൻ പഠിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ പഠിക്കാനൊക്കെ നോക്കി, വലിയ വലിയ വാക്കുകളാണ്, സാൻസ്ക്രിറ്റ് വാക്കുകളാണ്. അങ്ങനെ ഞാൻ അത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പം ഇത് എത്രയോ വർഷത്തിന് മുമ്പേ, 10-40 വർഷത്തിന് മുമ്പേ, എൻ്റെ കൊച്ചു പ്രായത്തിലാണ്, ഞാൻ എവിടോ ഒരു ചില സെൻറ്റൻസസ് വായിച്ചു. അത് ഈ ശരണാഗത തത്വത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. എനിക്കത് എളുപ്പമായിട്ട് തോന്നി. ഈ സൗന്ദര്യ ലഹരിയിലെ 27ാമത്തെ സാൻസ്ക്രിറ്റ് ലോകം പഠിക്കുന്നതിന് കാട്ടിലും ഇത് എളുപ്പമായിട്ടുണ്ടല്ലോ. നമ്മൾ മറ്റേതല്ലേ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്, അതിനെക്കാട്ടിലും ഇത് നന്നായിട്ടുണ്ട്. പക്ഷേ ഇതേ അർത്ഥമാണല്ലോ അതിലും. എന്നാൽ പിന്നെ ഇത് തന്നെ നമുക്ക് ഫോളോ ചെയ്യാമെന്ന് ഞാനത് പഠിച്ചെടുത്തു. അത് ഫോളോ ചെയ്യുന്നുണ്ട് ഇന്ന് വരെ. എത്രയോ വർഷങ്ങളായിട്ട് ഞാനത് പറയുന്നുണ്ട്, രാവിലെ എണ്ണിച്ചുടനെ. അപ്പം ഞാൻ വിചാരിച്ചു, ഈ ശരണാഗതിയെക്കുറിച്ച് നമ്മൾ പറയുമ്പം നമുക്കറിയുന്ന ശ്ലോകം തന്നെ, നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് പറയാം. പിന്നെ സാൻസ്ക്രിറ്റൊക്കെ അറിയാം, അല്ലെങ്കിൽ എനിക്കത് പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സൗന്ദര്യ ലഹരിയിലെടുത്ത് ആ 27ാമത്തെ ശ്ലോകം എടുത്ത് പഠിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അപ്പം ഇതെന്തുവാ, ഞാൻ പറയുന്ന ശ്ലോകം എന്തുവാന്ന് വെച്ചാൽ അത് സെൻറ്റൻസായിട്ട് എഴുതിയതാണ്, ശ്ലോകവും മന്ത്രവും ഒന്നുമല്ല. പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടു. അത് ഞാൻ എങ്ങനെയാണ് ചൊല്ലുന്നതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലയോ രാവിലെ എങ്ങനെയാണ് എണ്ണിക്കേണ്ടിയേ, ഏത് തറയിൽ ആദ്യം ഊന്നണം, വലതേ സൈഡ് തിരിഞ്ഞണം, വലത്തെ കാല് തറയിൽ ഊന്നണം, പിന്നെ കൈ രണ്ടും വെച്ച് കരാഗ്രേ വസതേ ലക്ഷ്മി ശ്ലോകം പറയണം. അങ്ങനെ പല 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 കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ,
അതിന് പുറമേ ഇത് ഈ ശ്ലോകവും കൂടെ നമുക്ക് പറയണം. രാവിലെ കണ്ണ് തുറന്ന ഉടനെ നമ്മൾ പറയേണ്ടത് നന്ദിയാണ്. നമുക്ക് നന്ദി പറയുക. എന്തിന്? ഇനിയൊരു ദിവസവും കൂടെ നമുക്ക് കിട്ടിയതിന് നന്ദി. അപ്പം ഇപ്പം ഞാൻ പറയുന്നത്, ദൈവമേ എനിക്ക് ഇനിയൊരു ദിവസം കൂടെ ബോണസായിട്ട് കിട്ടിയിട്ടുണ്ട്, അതിന് നന്ദി. അപ്പം എന്നെയും എനിക്ക് കിട്ടിയ ഈ ദിവസത്തിനെയും അവിടെ എൻ്റെ അമ്മയുടെ പാതാര ബിന്ദങ്ങളിൽ ഞാൻ അർപ്പണിക്കുന്നു. അതാണ് ശരണാഗതി. അങ്ങനെ പറഞ്ഞിട്ട് പൂജ ചെയ്യുമ്പം ഞാൻ ആദ്യമായിട്ട് പറയുന്നത്, ഇന്ന് ഞാൻ സംസാരിക്കുന്നതെല്ലാം അമ്മയുടെ തിരുനാമങ്ങളാവട്ടെ. ഞാൻ ഇന്ന് എൻ്റെ കൈയുടെ മൂവ്മെൻറ്റ്സ് എല്ലാം അമ്മയ്ക്ക് ചെയ്യുന്ന അമ്മയുടെ ചിന്മുദ്രയാവട്ടെ. ഞാൻ കഴിക്കുന്നത് അമ്മയ്ക്ക് ചെയ്യുന്ന ഹോമമാവട്ടെ. ഞാൻ നടക്കുന്നത് അമ്മയ്ക്ക് ചെയ്യുന്ന പ്രദക്ഷിണമാവട്ടെ. ഞാൻ കിടക്കുന്നത് അമ്മയ്ക്ക് ചെയ്യുന്ന സാഷ്ടാംഗ നമസ്കാരമാവട്ടെ. ഇതാണ് ആ സൗന്ദര്യലഹരിയുടെ അർത്ഥവും ഇത് തന്നെയാണ് ഏകദേശം. അപ്പം ഈ 5 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാലേ മതി, നമ്മൾ ടോട്ടലായിട്ട് നമ്മുടെ ദൈവത്തിന് സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. അത് ആലോചിച്ച് നോക്കണം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, പണ്ടേ ഞാൻ വായിച്ചപ്പോൾ ഇഷ്ടപ്പെട്ട്, അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ പറയുന്നുണ്ട്. ഇന്ന് വർത്താനം പറയുന്ന എല്ലാം അമ്മയുടെ തിരുനാമങ്ങളാവട്ടെ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എന്തുവാ, നമ്മളുടെ വായിൽ ഒരു ചീത്ത വർത്താനം വരത്തില്ല. നമ്മൾ പറയുന്നത് നല്ല വാക്കുകൾ മാത്രമേ പറയാവൂ. ഒരു ചീത്ത വാക്കും നമ്മുടെ വായിൽ നിന്ന് വരരുത്, ദേഷ്യത്തിൽ പോലും. ഞാൻ പറയുന്നതെല്ലാം അമ്മയുടെ തിരുനാമങ്ങളാവട്ടെ. എൻ്റെ കൈയുടെ മൂവ്മെൻറ്റ്സ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ആംഗ്യങ്ങൾ കാണിക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അടുക്കളയിൽ ജോലി ചെയ്യുന്നു, എഴുതുന്നു, പഠിക്കുന്നു, കുളിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു. ഇതെല്ലാമേ അമ്മയ്ക്ക് ഇടുന്ന ചിന്മുദ്രയാവട്ടെ. ഞാൻ കഴിക്കുന്നതെല്ലാം അമ്മയ്ക്ക് വളർക്കുന്ന ഹോമം ആവട്ടെ. ഹോമം എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, കുറേ സാധനങ്ങളൊക്കെ കൂട്ടി, തീ കൂട്ടി, അതിനകത്ത് കുറേ നല്ല സാധനങ്ങളെല്ലാം ഇട്ട് തീ വളർത്ത്, അതിനകത്ത് ദൈവത്തിനെ നമ്മൾ തൊഴുന്ന പോലെ. അപ്പം അതുമാത്രമല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് പഞ്ചഭൂതങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫയറിൻ്റെ ഇതെങ്ങനെ, നമ്മുടെ വയറ്റിലുള്ള ജഡരാഗിനിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ കഴിക്കുന്നതെല്ലാം ആ ഹോമത്തിൽ വിഴുന്ന സാധനമാവട്ടെ. അതുമാത്രമല്ല, ബ്രഹ്മാർപ്പണം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അത് പറയുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതൊക്കെ നമുക്ക് പറയണം. എന്നുവെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഫുഡ്, നമ്മൾ കഴിക്കുന്ന അന്നവും ബ്രഹ്മനാണ്, അത് തരുന്നതും ബ്രഹ്മനാണ്, അത് കഴിക്കുന്നതും ബ്രഹ്മനാണ്, എല്ലാമേ ബ്രഹ്മനാണ്. അങ്ങനെയാണ് ബ്രഹ്മാർപ്പണം എന്ന് പേര് വന്നത്. അതൊക്കെ വളരെ വളരെ അർത്ഥമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ മൂന്നാമത്, നമ്മൾ കഴിക്കുന്നത് ദൈവത്തിന് ഹോമം വളർത്ത് അതിനകത്ത് ഇടുന്നത് പോലെയാണ് എൻ്റെ ദേഹത്ത് ഞാൻ കഴിക്കുന്ന കാര്യങ്ങൾ. പിന്നെ നടക്കുന്നത്, നമ്മൾ രാവിലെ തൊട്ട് രാത്രി വരെ എവിടെയൊക്കെ നടക്കുന്നു, ആ നടക്കുന്നതെല്ലാമേ ദൈവത്തിന് ചെയ്യുന്ന പ്രദക്ഷിണമായിട്ടിരിക്കട്ടെ, അമ്പലത്തിൽ ചെയ്യുന്ന പ്രദക്ഷിണമായിട്ടിരിക്കട്ടെ. പിന്നെ കിടക്കുന്നത്, രാവിലെ എണീച്ചാൽ അറ്റ്ലീസ്റ്റ് രാത്രിയെങ്കിലും നമ്മൾ കിടക്കുമല്ലോ, കൈയും കാലും നിവർത്തി കിടക്കുമല്ലോ, അത് അമ്മയ്ക്ക് ചെയ്യുന്ന സാഷ്ടാംഗ നമസ്കാരമാവട്ടെ. അപ്പോൾ രാവിലെ കണ്ണു തുറന്നാൽ രാത്രി കിടക്കുന്നവരെ ഉള്ളതെല്ലാം അമ്മയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഇപ്പം ഇങ്ങനെ നമ്മൾ സമർപ്പിക്കുമ്പം അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ലാഭം എന്തുവാ? ലാഭം എന്ന് വെച്ചാൽ ഇത് ലാഭനഷ്ട കണക്കല്ല. ഇതുകൊണ്ട് എന്തു പ്രയോജനം എന്ന് വെച്ചാൽ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. അതിൽ ചിലത് നല്ലതായിട്ട് വരുന്നു, ചിലത് ചീത്തയായിട്ട് വരുന്നു. അപ്പം നമുക്കിഷ്ടമില്ലാത്തത് നടക്കുമ്പം നമ്മൾ അതിനെ ഉൾക്കൊള്ളാനുള്ള മനസ്സിൻ്റെ പക്വത ഉണ്ടാക്കിത്തരും. ഇപ്പോൾ ഒരു ദിവസം എടുത്താൽ അതിൽ നടക്കുന്നതെല്ലാം നമുക്ക് ഇഷ്ടപ്പെടുകയേ നടക്കാവൂന്നില്ല. പകുതി കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കും, പകുതി കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടാത്തതായിരിക്കും നടക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ വരുമ്പം നമുക്ക് ഒരു ശരണാഗത ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ
ശരി, ഇതും ദൈവം തന്നതാണ്, അന്ന് എനിക്കത് തന്നു, അത് എനിക്കിഷ്ടപ്പെട്ടതായിരുന്നു, സന്തോഷിച്ചു. അപ്പോൾ ഇന്ന് നടക്കുന്നതും ഈ ദൈവത്തിൻ്റെ പ്ലാനാണ്, എൻ്റെ പ്ലാനല്ല. അപ്പം ഞാനത് സഹിച്ചു. ഇപ്പം ചില കാര്യങ്ങളുണ്ട്, ചില ആൾക്കാരുണ്ട്, എന്തെങ്കിലും ഒന്ന് തെറ്റിപ്പോയാൽ മറ്റവരെയാണ് കുറ്റം പറയുന്നത്. അത് എല്ലാ വീടുകളിലും ഉണ്ട്, എല്ലാവരുടെ സ്വഭാവത്തിലും ഉണ്ട്. ഏതെങ്കിലും ഒന്ന് തെറ്റിയാൽ ഭർത്താവ് കുറ്റം പറയുന്നത് ഭാര്യയായിരിക്കും, ഭാര്യയെ കുറ്റം പറയുന്നത് ഭർത്താവിനെ ആയിരിക്കും. നിങ്ങൾ കാരണമാണ് ഇങ്ങനെയൊക്കെ ആയത്, ഞാൻ അന്നേ പറഞ്ഞില്ലയോ ഇതിങ്ങനെ വരുമെന്ന്, നിങ്ങൾ കാരണം. ഒട്ടുമൊത്ത ആൾക്കാരും മറ്റവരെയാണ് കുറ്റം പറയാൻ നോക്കുന്നത്. അതൊരു എസ്കേപ്പിസമാണ്. ഞാൻ കാരണമല്ല, നീ കാരണമാണ്, പുട്ടിങ് ദ ബ്ലെയിം ഓൺ അതേഴ്സ്. നമ്മളെ സ്വയം അതിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് മറ്റവരുടെ പുറത്ത് കുറ്റപ്പെടുത്തുക. ചിലരുണ്ട് സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, എനിക്ക് കഴിവില്ല, എനിക്ക് ഒരു സാമർഥ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആവുന്നത്, ഞാൻ ശരിയല്ല. അതും ശരിയല്ല. അത് നമ്മളുടെ ശക്തിയെ താഴോട്ട് വലിക്കുന്നതിന് തുല്യമാണ്. അപ്പം അതും ശരിയല്ല. അപ്പം നമ്മളെ ബ്ലെയിം ചെയ്യുന്നത്, കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. മറ്റവരെ തൊട്ടതിനും പിടിച്ചതിനും കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. അപ്പം അതിനെക്കാട്ടിലും നല്ലത് നടക്കുമ്പം ഒരു ലെവല് കഴിഞ്ഞ് ആഹ്ലാദിച്ച് സന്തോഷപ്പെടാതിരിക്കാനും, നമുക്ക് നല്ലതല്ലാതെ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പം സമാധാനമായിട്ട് അതിനെ സഹിക്കാനുള്ള ശക്തി വളർത്തുകൊണ്ട് എല്ലാത്തിലും അതാണ് ഇമോഷണലി ബാലൻസ്ഡ് എന്ന് പറഞ്ഞ അന്ന് വീഡിയോയിൽ. ഇമോഷണലി ബാലൻസ്ഡ്, വളരെ സൗമ്യമായിട്ട്, വളരെ കാമായിട്ട്, വളരെ കൂളായിട്ട് നമുക്ക് ജീവിതത്തിനെ നയിച്ചു കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അതിനാണ് ഈ ശരണാഗതി തത്വത്തിനെ കുറിച്ച് ഞാൻ പറയുന്നത്. എല്ലാം ദൈവം നടത്തിയത്. തമിഴിലൊരു ചൊല്ലുണ്ട്, അവനെൻ്റെ ഒരണുവും അസയാത്. അവനെൻ്റെ ശിവനോ ആരെങ്കിലും ആവട്ടെ, ഒരു ശക്തി, അവനെൻ്റെ അണു എന്ന് വെച്ചാൽ എന്താ, ഒരു ആറ്റം, ഒരു ചെറിയ നമ്മുടെ ദേഹത്തിലുള്ള ഏറ്റവും ചെറിയ ഒരു ഇതാണ്, അതുപോലും അനങ്ങത്തില്ല. അവിടുന്ന് ഉത്തരവില്ലെങ്കിൽ അനങ്ങത്തില്ല. അപ്പം നടക്കുന്നതെല്ലാം അവിടുത്തെ പ്ലാനാണ്. അങ്ങനെ നമ്മൾ വിചാരിച്ചാൽ പിന്നെ നമുക്കതിൽ ഒരുപാട് മനപ്രയാസപ്പെടാനോ മറ്റവരെ കുറ്റപ്പെടുത്താനോ നമ്മൾ സ്വയം കുറ്റപ്പെടുത്താനോ ഒരു സിറ്റുവേഷൻ വരുന്നില്ല, ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുന്നില്ല. എല്ലാം ദൈവം വിട്ട വഴി. അത് എന്ന് വിചാരിച്ച് നമ്മൾ ചുമ്മാതിരിക്കാൻ നോക്കുമോ? അതും പറ്റത്തില്ല. താൻ പാതി ദൈവം പാതി. അപ്പം നമ്മളാലായത് നമ്മൾ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അങ്ങേ അറ്റം വരെ ഞാൻ ശ്രമിക്കും, എന്നിട്ടും അത് നടക്കത്തില്ല. അങ്ങനെ ഉള്ളപ്പം ഈ ശരണാഗത തത്വത്തിൻ്റെ കൂടെ നമ്മൾ നമ്മളാലായത് നമ്മൾ ചെയ്തു, എന്നിട്ടും അത് നടന്നില്ലെങ്കിൽ അത് നടക്കാനുള്ള വിധിയില്ല, അത് നടക്കാൻ പോകുന്നില്ല, അത് നടക്കത്തില്ല. അല്ലെങ്കിൽ ദൈവത്തിന് അത് നടത്തി തരാൻ ആഗ്രഹമില്ല, അല്ലെങ്കിൽ നമ്മളുടെ വിധി അങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മൾ കൊടുത്തു വെച്ചത് അത്രയാണ്. നമുക്ക് ഒരു ഭാഗ്യമുണ്ടെങ്കിലല്ലേ അതൊക്കെ നടക്കത്തുള്ളൂ. എന്നാൽ പിന്നെ അങ്ങനെ. അപ്പോൾ അതിനെ വിചാരിച്ച് ഞാൻ ഇത്രയും ശ്രമിച്ചു, ഇത്രയും ഓടി, എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ച് ഈ ശരണാഗത തത്വത്തിൻ്റെ മനോഭാവത്തിൽ നമ്മൾ ജീവിച്ചില്ലെങ്കിൽ നമുക്ക് എന്തു പറ്റുമെന്നോ? അങ്ങനെയാണ് പിള്ളേർ ഒരുപാട് പേര് ഈ സൂസൈഡ് വരെ പോകുന്നത്. അപ്പം ഇങ്ങനെ ഇപ്പം ഇത്രയും നാൾ ഞാൻ പറഞ്ഞത് നേച്ചറോട് കൂടിയത്. ഇനിയുള്ളത് ദൈവത്തിനോട് കൂടി അടുക്കുന്ന രീതിയിൽ നമ്മൾ പോയാൽ നമുക്ക് ടെൻഷനില്ല. എന്നാലായത് ഞാൻ ഇത്രയും ചെയ്തു, ഞാൻ ചുമ്മാതെ കൈയും കെട്ടിയിരുന്നില്ല, പരമാവധി ഞാൻ ശ്രമിച്ചു, എന്നിട്ടും അത് സംഭവിച്ചില്ലെങ്കിൽ അത് നടക്കരുതെന്നായിരിക്കും. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചങ്ങ് മനസ്സമാധാനത്തിനെങ്കിലും ഒരു വഴി ഉണ്ടാക്കും. മനസ്സുകൊണ്ട് നമ്മളെ സമാധാനിപ്പിക്കുക. അപ്പം ടെൻഷനില്ല. വെറുതെ ടെൻഷൻ എടുത്ത് വെറുതെ ചൂടായി അത് കാരണം മറ്റവരുടെ പുറത്ത് ചാടി അവരെ വഴക്ക് പറഞ്ഞ് നമ്മുടെ ഹോൾ സിറ്റുവേഷനെ ഒരു
കൊണ്ടുവരാതിരിക്കാനുള്ള ഒരു നല്ല ഒരു മനോഭാവമാണ് ഈ ശരണാഗത തത്വം. ഓക്കെ, അപ്പം ഇനി നമ്മൾ എല്ലാം നമ്മളാലായത് ശ്രമിക്കണം. അത് അടിവരയിട്ടോണം. ഒന്നും ചെയ്യാതെ ചുമ്മാ ഇങ്ങനെ കയ്യും കെട്ടിയിരുന്നുകൊണ്ട് എനിക്ക് ദൈവം അത് തന്നില്ല, ദൈവം ഇത് തന്നില്ല, എനിക്കൊരു 10 ലക്ഷം വേണമായിരുന്നു, ദൈവം തന്നില്ല, ദൈവം അങ്ങനെയല്ല. വേണോ 10 ലക്ഷം വേണോ, ശ്രമിക്കുക. അങ്ങേ അറ്റം നമ്മൾ ശ്രമിച്ച് ഉണ്ടാക്കാൻ നോക്കുക. എന്നിട്ടും അത് നടന്നില്ലെങ്കിൽ നമുക്ക് വേണ്ട, അത് നടക്കാനുള്ള വിധിയില്ല എന്നുള്ള നമ്മൾ സമാധാനിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള വഴി നോക്കണം. ഓക്കെ, ഈ വഴി ശരിയില്ലയോ, അടുത്ത വഴി. അങ്ങനെ നമ്മൾ ശ്രമിക്കണമെന്നല്ലാതെ നമ്മളെ കുറ്റപ്പെടുത്തുക, മറ്റവരെ കുറ്റപ്പെടുത്തുക എന്നുള്ള രീതിയിൽ പോകരുത്. ഇങ്ങനത്തെ ഒരു സറണ്ടറിങ് മനോഭാവം വളരെ വളരെ ആത്മീയത്തിൽ വേണ്ടിയതാണ്. അപ്പം ഇന്ന് തൊട്ട് നമ്മൾ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ പോകണം. ഓക്കെ, ഇതാണ് എൻ്റെ ഈ ഗോൾഡൻ റൂളിൽ ഫസ്റ്റ് റൂള്. അപ്പം എല്ലാവരും ഇത് പാലിക്കുമെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.